അഞ്ചാമത് ലോക കേരള സഭാ സമ്മേളനത്തിന് സമാപനം. കേരളത്തിൽ പ്രവാസി ക്ഷേമ നടപടികൾക്ക് മുന്തിയ പരിഗണനയാണ് സർക്കാർ നൽകി വരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ വേദി തന്നെ അതിനുള്ള മികച്ച മാതൃകയെന്നും അദ്ദേഹം മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. കേരളം നല്ല രീതിയിൽ മാറുകയാണ്. പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടുത്താൻ ശക്തമായ ഇടപെടലുകളാണ് നാം നടത്തിയിട്ടുള്ളത്. അത് നല്ല രീതിയിൽ തുടരുകയാണ്. ഇവിടുത്തെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം അത് നമ്മുടെ രാജ്യം മാത്രമല്ല ലോകം തന്നെ അംഗീകരിക്കുന്ന അവസ്ഥ വന്നിരിക്കുന്നു. നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ 2 ദിവസങ്ങളിലായി നടന്ന അഞ്ചാമത് ലോക കേരള സഭ മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തോടെയാണ് സമാപിച്ചത്. താൽക്കാലിക കുടിയേറ്റം മാത്രം ഉറപ്പാക്കുന്നതാണ് പ്രവാസി സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ബില്ലുകൾ എന്ന പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. ഇനിയും അതിനുള്ള സമ്മർദ്ദം തുടരുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. 3 കരട് ബില്ലുകൾ മാറി മാറി വന്നു. അതല്ലാതെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് നിയമമാക്കുന്ന കാര്യത്തിൽ വലിയ അലംഭാവമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കേന്ദ്രം നടത്തുന്ന നിയമനിർമ്മാണത്തിലെ വ്യവസ്ഥകൾ പ്രവാസികളുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ കാലാകാലങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും അതിനുള്ള സമ്മർദ്ദം സംസ്ഥാന സർക്കാർ തുടരും എന്ന ഉറപ്പാണ് നൽകാനുള്ളത്. പ്രതീക്ഷിച്ചതിലും മികച്ച രീതിയിലാണ് അഞ്ചാമത് ലോക കേരള സഭാ സമ്മേളനം നടന്നതെന്ന് സ്പീക്കർ AN ഷംസീർ. യൂണിയൻ ഗവൺമെൻറ് ഉൾപ്പെടെ പറഞ്ഞ ഈ ലോക കേരള സഭ കേരളത്തിൽ സംഘടിപ്പിക്കുന്നത് മാതൃകയാക്കി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും തുടങ്ങണം എന്നാണ് യൂണിയൻ ഗവൺമെൻറ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം. അത് അക്ഷരാർത്ഥത്തിൽ വിമർശകന്മാരുടെ വായടപ്പിക്കുന്നതാണ്. മനുഷ്യരാശി എവിടെയെല്ലാം ഉണ്ടോ അവിടെ മലയാളിയുണ്ട്. ലോക കേരള സഭ കൊണ്ട് എന്ത് നേട്ടമുണ്ടായി എന്ന ചോദ്യത്തിൻ്റെ ഏറ്റവും ലളിതമായ ഉത്തരം മലയാളിക്കുണ്ടായ ഇൻസെക്യൂർ ഫീലിംഗ് മാറി എന്നുള്ളതാണ്. കേരളത്തിൽ പ്രവാസി ക്ഷേമ നടപടികൾക്ക് മുന്തിയ പരിഗണനയാണ് സംസ്ഥാന സർക്കാർ നൽകി വരുന്നത്. ഈ വേദി തന്നെ അതിനുള്ള മികച്ച മാതൃകയാണെന്നും സമ്മേളനത്തിൽ ഉയർന്നുവന്ന നിർദ്ദേശങ്ങളൊക്കെ ഗൗരവതരമായി പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.